അതുപോലെ തന്നെ പിന്നെ പാൽക്കുളങ്ങര വാർഡ് അശോകാണ് മത്സരിക്കുന്നത്, അശോക് കുമാറാണ്. അദ്ദേഹം നിരന്തരം നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ടോ? കുരിയാത്തി, ഇങ്ങനെ ഓരോ വാർഡുകൾ എടുത്തു. പിന്നെ തിരുവനന്തപുരത്തെ കേശവദാസപുരം, അതുപോലെ തന്നെ പട്ടം, പരുത്തിപ്പാറയല്ല പട്ടം എന്നൊക്കെ പറയുന്ന, കഴക്കൂട്ടം എന്നൊക്കെ പറയുന്ന വളരെ വ്യത്യസ്തമായ വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബി ജെ പി ഈ സി പി ഐ അടിയിലിടയിൽ കൂടി ബി ജെ പി ഒരു കുറച്ച് വോട്ടുകൾ പിടിച്ച് കോർപ്പറേഷൻ നിലനിർത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. വീണ്ടും കോൺഗ്രസിൻ്റെ വിമുക്ത ഭാരതം എന്നുള്ള ചിന്തയിൽ ബി ജെ പിക്കാർ ചിന്തിച്ചാൽ വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾക്കിപ്പോൾ ഉടനെ ഭരണം വേണ്ട, 2026 പ്രതിപക്ഷവും 26 പ്രതിപക്ഷവും 31 ഇപ്പോൾ യു ഡി എഫ് തന്നെ ആയിരിക്കും പ്രതിപക്ഷം, 31 ഞങ്ങൾ പ്രതിപക്ഷവും 36 അതായത് 10 വർഷം കഴിയുമ്പോൾ 11 വർഷം കിടക്കുന്ന 2 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഭരണപക്ഷം വരാം എന്നുള്ള നിലയിലേക്കൊക്കെയുള്ള ബി ജെ പി വല്ല യുദ്ധവും തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ വല്ല യുദ്ധവും തുടങ്ങുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് എന്താണ് മുഖ്യമന്ത്രിയുടെ റോള്? ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായി പരസ്യമായ നിലപാടെടുക്കാൻ പറ്റില്ല. അതേസമയം പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് വഴങ്ങുന്നു എന്നൊരു തോന്നൽ പൊതുവെ കേരളത്തിൽ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പുത്ത കാര്യമെടുത്താലും, അതുപോലെ തന്നെ നേരത്തെയുള്ള വിഷയങ്ങളെടുത്താലും, ഗെയിൽ പദ്ധതി എടുത്താലും, വിവിധങ്ങളെ പദ്ധതികളിലും പ്രോജക്റ്റുകളിലുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിന് വളരെ കൃത്യമായി വിധേയനായി നിന്നുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നിന്നു കൊടുക്കുന്നു എന്നൊരു വാദമുണ്ട്. അത് വാദമാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല റിലേഷനിൽ പോയാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ, അത് വേറെ കാര്യമാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ നല്ലതായി പോകണം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതാണോ നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിവാദം എന്ന് പറയുന്നത്, ഇപ്പുറത്ത് കാണുന്ന പൊളിറ്റിക്കൽ വിവാദം എന്ന് പറയുന്നത് വലിയ അന്തർധാരയാണ് ബി ജെ പിയും CM-ഉമായിട്ടുമുള്ളത്. അത് CPM-നകത്തും വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം കൂടി ഉൾട്ടയടിക്കുമോ?